തൗഹീദിക്കൊരു തെളിവ് തരാൻ കഴിയുമോ? മരിച്ച വീട്ടിൽ ദിക്ർ നടത്താൻ ഒരു തെളിവ് തരാൻ കഴിയുമോ എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മ വല്ലാഹി ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും സാധ്യമല്ല എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ പലരും ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം അവിടെ SSFന്റെ മറുപടി പ്രസംഗം നടത്തി. ഇസുദ്ദീൻ സഖാഫി വന്നിട്ട് ഏതാനും ചില കളിയാക്കൽ പരിപാടി നടത്തിയിട്ട് തിരിച്ചുപോയി. എന്റെ മാറ്റത്തിന്റെ തുടക്കം പ്രിയമുള്ള സഹോദരന്മാരെ അവിടെയായിരുന്നു. ഞാൻ പറയട്ടെ, ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനാണ് സുലൈമാൻ മൗലവി. ദക്ഷിണ കേരളത്തിലെ പണ്ഡിത പ്രതിഭകളുടെ മുന്നിൽ വെച്ചാണ് സുലൈമാൻ മൗലവി വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി നേരിടാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്താണോ പറയുന്നത് അത് സുലൈമാൻ മൗലവിയുടെ നാവിൽ നിന്നും വന്നപ്പോൾ ഞങ്ങളാക്കി മാറ്റിയ പണ്ഡിതന്മാര് ഞങ്ങളെ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ഞങ്ങൾ ആ നിമിഷം തീരുമാനിച്ചു, ഈ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വേദിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, വളരെ വേദനയോടുകൂടി പറയട്ടെ, ഞങ്ങൾ മന്നാനിയ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ഞാനും, അതുപോലെ ഹുസൈൻ മൗലവിയും ഹസൻ മൗലവിയും. ഇന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് ഇപ്പോൾ കൊല്ലത്ത് നിന്നും വിളിച്ചു പറഞ്ഞത്. ഇന്ന് പുറത്തിറങ്ങിയ അന്നസീം ഉൾപ്പെടെയുള്ള ചില പത്രങ്ങളിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യമായിട്ട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ റദ്ദ് ചെയ്താലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെച്ചാലോ അതേ പണ്ഡിതന്മാര് പഠിപ്പിച്ച, അവര് ഞങ്ങൾക്ക് ഓതി തന്ന, അവര് ഞങ്ങളുടെ ചെവിയിലേക്ക് ഇട്ടു തന്ന ആദർശം ഞങ്ങൾ മരണത്തിന്റെ അവസാന മുഹൂർത്തം വരെയും ഉയർത്തിപ്പിടിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരോട്, ഉസ്താദുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കയ്യിൽ നിന്നൊന്നുമല്ല പറയുന്നത്. അവര് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഞങ്ങളെ വിളിപ്പിച്ചു. എല്ലാവരും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സദസ്സിൽ സുലൈമാൻ ഉസ്താദ് ഈ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ തെളിവ് നിരത്താൻ കഴിഞ്ഞില്ല. തെളിവുണ്ടോ? അപ്പോൾ ഈ പറയപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞത് അതൊക്കെയാണ് ശരി. പക്ഷേ നീ തൗഹീദ് പറഞ്ഞോ, നിങ്ങൾ തൗഹീദ് പറഞ്ഞോ, പക്ഷേ മുജാഹിദിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, തൗഹീദ് പറയാൻ പറ്റിയ ഒരു വേദി അത് മുജാഹിദിന്റെ വേദി മാത്രമാണ് എന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മേഖലയിലേക്ക് നയിച്ചത്. വിനീതനായി ഞാന് എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച വ്യക്തിയാണ്. ഒരുപാട് സംഘടനകളെ കുറിച്ച് പഠിച്ചു. ഇവിടെ ക്ലേ ഖനനങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ സംഘടനകളുണ്ട്. ഇവിടെ അതുപോലെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്. ഇവിടെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഒരു പ്രസ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വേദി പങ്കിടുവാൻ എന്നെ പ്രചോദനമേകിയത്. നിങ്ങൾ തിരിച്ചറിയണം, വിനീതനായ എനിക്ക് ഈ വേദിയിലേക്ക് പ്രോത്സാഹനം നൽകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാരുമായിട്ട് സഹവസിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ട് അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സമയം മുഴുവനും മാറ്റിവെച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം ഈ സമുദായത്തിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പോയോ,
എന്തെല്ലാം വിളിച്ചു പറഞ്ഞോ അതെല്ലാം ഇന്ന് ഇതര സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാലം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കള് നേരത്തെ ഇവിടെ ഹനീഫ് കായ്ക്കുടി എന്ന സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു സമയത്ത് പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ആര്യനെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞു, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചറിയണം, ഖുർആൻ പരിഭാഷ പോലും ഹറാമാണെന്ന് പറഞ്ഞ ഫത്വ നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നിൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞു പ്രസ്താവന നൽകിയ ആ സംഘടനയ്ക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പരിഭാഷകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളികളിലേക്ക് പോകൽ ഹറാമാണ് എന്ന് പറഞ്ഞു. ഒരു സമയം മുഴുവനും പറഞ്ഞു ഹറാമാണ് എന്ന് പറഞ്ഞു. ഇന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ ആ ഹറാമാണെന്ന് പറഞ്ഞ ശൈഖുനമാര് ഇമാമത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി വിനീതരായ ഞങ്ങളെപ്പോലെയുള്ളവരെ ഈ സംഘടനയുമായിട്ട് അടുക്കുവാൻ പ്രചോദനമേകിയത് ഇതൊക്കെയായിരുന്നു സഹോദരന്മാരെ. ഒരേ സംഘടന വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞു എങ്കിൽ, ഒരു സംഘടന വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം വോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സംഘടന ഇന്ന് തിരുത്തിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ തിരുത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് അനുഭവം സാക്ഷിയായി നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടും തീരുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാത്ത ശക്തികളോട് വിളിച്ച് സഹായം ചോദിക്കാമെന്ന്, അല്ലാഹു അല്ലാത്ത പല ശക്തികളോടും വിളിച്ച് സഹായം ചോദിക്കാമെന്ന് പറയുന്നതിന് തെളിവായിട്ട് ഖുർആനിലെ 6666 ആയത്തുകളും 6066 ആയത്തുകളും തെളിവായിട്ട് ഉദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ ഖുർആൻ പോലും തിരുത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരന്മാര് തിരിച്ചറിയണം, ഒരു സമയത്ത് ഖുർആനിൽ കൈകടത്തിയത് ഇവിടുത്തെ ജൂതന്മാരായിരുന്നു. ജൂതന്മാരെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരി സൂറത്തുൻ നിസായിലെ ഒരായത്തെടുത്തിട്ട് വലൗ അന്നഹും മില്ലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദല്ലാഹ തവ്വാബർ റഹീമ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലു എന്ന പദത്തില് റസൂല എന്ന് അകാരമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാമെന്ന് വരുത്തി തീർക്കാൻ വിശുദ്ധ ഖുർആനിൽ പോലും മാറ്റം വരുത്താൻ ധൈര്യം കാണിച്ചുകൊണ്ട് സഖാഫിമാര് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദയനീയ ഘട്ടത്തില്, ഈ ദയനീയമായ സാഹചര്യത്തിൽ ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ സമാധാനം പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇന്നൊരുപാട് ആക്ഷേപങ്ങളാണ്, ഇന്നൊരുപാട് അപവാദങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നാലും ഇന്ന് സമ്പത്തിന് വേണ്ടിയാണ് പണ്ഡിതന്മാര് പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ഷേപങ്ങൾ കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ആദർശ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെക്കൻ കേരളത്തിൽ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തലയെടുപ്പുള്ള പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പറയാനുള്ളത് അപവാദം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ തകർത്ത് കളയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല തൗഹീദിന്റെ പ്രവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ശ്രമിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുന്നു എങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ഇവിടെ സത്യ
സത്യത്തിനെതിരെ നിൽക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോലും, അവർക്ക് അരോചകത്വമായാൽ പോലും ഇവിടെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും, സത്യം പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയാൻ വിമർശകരായ സഹോദരങ്ങൾ തയ്യാറാകണം. എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ, സത്യത്തിന്റെ മാർഗം ഇതുമാത്രമാണ്. ഇനിയും നിങ്ങൾ തൗഹീദ് പറയാതെ അറച്ചു നിൽക്കരുത്. സത്യം ഇതാണെന്ന് ബോധ്യപ്പെട്ടവരാണ് ഇവിടുത്തെ പണ്ഡിതൻ.